ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 4 യൂണിറ്റുകളാണ്. ഒന്ന്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഫിനാൻസ്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ ആയിട്ട്. രണ്ടാമത്തെ, ടൈം വാല്യൂ ഓഫ് മണി, നമുക്ക് പ്രധാനമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം വാല്യൂയിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത, ഫിനാൻഷ്യൽ ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ, ആൻഡ് ലാസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റായ ഇൻട്രൊഡക്ഷൻ, മീനിങ് ഓഫ് ഫിനാൻസ്, ഒബ്ജക്റ്റീവ്, ടൈപ്സ്, ഈ ഒരു യൂണിറ്റിൽ നിന്ന് പഠിക്കാം. ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് പ്രധാനമായിട്ട് പഠിക്കുന്നത് എന്താണ് ഫിനാൻസ്. ഫിനാൻസ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചെറിയൊരു മിസ്റ്റേക്കാണ് ഇവരുടെ, അല്ലെങ്കിൽ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ്, ഫിനാൻസിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ടൈപ്സ്, ഇതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ബിസിനസ്സുകളിലേക്ക് ഒരു ബ്ലഡ് പോലെയാണ്. നമ്മുടെ ശരീരത്തിന് ബ്ലഡ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെയാണ് ഫിനാൻസ്. നമുക്കൊരു സ്ഥാപനം നടക്കുന്നത് ഫിനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഫിനാൻസ് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാപനം നടത്താൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഫിനാൻസാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ദ മണി, പണത്തിൻ്റെ മാനേജ്മെൻറ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പണം എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യണം, അത് ഏതൊക്കെ ഭാഗത്ത് കൂടെ അലോട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ എഫിഷ്യൻ്റായിട്ട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ചെയ്യാൻ പോകുന്നത്. നമ്മളെ നാട്ടിൽ സാധാ ഫിനാൻസ് നോർമലി പബ്ലിക് ഫിനാൻസ് 3 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. പബ്ലിക്, കോർപ്പറേറ്റ്, പേഴ്സണൽ ഫിനാൻസ്. നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതാണ്. പേഴ്സണൽ ഫിനാൻസ് നമ്മൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ പൈസ, ക്യാഷ്. കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ, സ്ഥാപനങ്ങളുടെ ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഫിനാൻസിനാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻസ്. ഇത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ആദ്യം എന്താണ് ഫിനാൻസ്? ഫിനാൻസ് എന്ന് പറഞ്ഞാൽ മണി, ദാറ്റ് മീൻസ് ഫിനാൻസ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജിങ് ഓഫ് ദ മണി ഇൻ എ ബിസിനസ് എൻറ്റൈറ്റി. ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള പണത്തെ മാനേജ് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്തിനാണ്? സ്ഥാപനത്തിൽ നോർമലി 3 ടൈപ്പ് മാനേജേഴ്സ് ഉണ്ടാവും. ഫിനാൻഷ്യൽ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ. ഓരോരുത്തരെയും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ഒരു ഫിനാൻഷ്യൽ മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു മണി, സ്ഥാപനത്തിലെ പണം കൺട്രോൾ ചെയ്യുന്നൊരു മാനേജ്മെൻറ്റ് ടീമിൻ്റെ, അങ്ങനെ ടീമിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഒരു പണം നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? നമ്പർ 1, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അത് അധികം വിശദീകരിക്കേണ്ട ഒരു കാര്യം ആവശ്യമില്ല. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ് പ്രോഫിറ്റ്. അതിനാണല്ലോ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഉത്തരവാദിത്തമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് എത്തിക്കലായിരിക്കണം, അത് സസ്റ്റൈനബിൾ ആയിരിക്കണം. വെറും ഒന്ന് മാത്രം കിട്ടിയാൽ പോരാ, സ്ഥാപനത്തിന് ദീർഘകാലം പ്രോഫിറ്റ് കിട്ടണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ അല്ലെങ്കിൽ ഒരു ഫിനാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ, വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റും വെൽത്തും തമ്മിലൂടെ നമ്മൾ പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം. വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ വാല്യൂ മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് അധികരിച്ചുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് ഉണ്ടായിക്കോളുന്നില്ല. ഷെയർ ഹോൾഡേഴ്സിൻ്റെ സമ്പത്ത് മാക്സിമൈസേഷൻ നടത്തുക. ദാറ്റ് മീൻസ് ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർ മാക്സിമൈസേഷൻ ചെയ്യുക. അപ്പോൾ ബിസിനസ് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഒരുപാട് ആസ്തികളൊക്കെ ഉള്ള വലിയൊരു സംഭവമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ഥാപനത്തിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടുമല്ലോ. ഷെയറിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വലിയ മുതലാളിമാരായി തീരും, അവരുടെ വെൽത്ത് കൂടും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവാണ് വെൽത്ത് മാക്സിമൈസേഷൻ. ആൻഡ് തേർഡ്, എഫിഷ്യൻറ്റ് ഫണ്ട് യൂട്ടിലൈസേഷൻ. എഫിഷ്യൻറ്റ് ഫണ്ട് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഫണ്ട് മീൻസ് സ്ഥാപനത്തിലുള്ള
ക്യാഷ്, പണം. സ്ഥാപനത്തിന് ഒരിക്കലും ക്യാഷ് വെറുതെ കിട്ടുന്നതല്ല. ഒന്നെങ്കിൽ അത് എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടാവും, അതിന് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതായിരിക്കും, അതിന് അവർക്ക് പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരും. എന്തായാലും ബിസിനസ്സിലുള്ള ഫണ്ടിന് കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഉള്ള ഫണ്ട് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ഥാപനത്തിന് വലിയൊരു നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജറെ ഒബ്ജക്റ്റീവാണ്, അയാളുടെ ഡ്യൂട്ടിയാണ് സ്ഥാപനത്തിലുള്ള നിലവിലുള്ള ഫണ്ട് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അവിടെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ ബജറ്റ്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ബജറ്റിംഗ്, ഇതെല്ലാം വരുന്നത് ഇതിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നിലവിലുള്ള ക്യാഷിനെ, ഫണ്ടിനെ എഫിഷ്യൻ്റായി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായി ആലോചിക്കണം, എവിടെ നിന്നൊക്കെ ഫണ്ട് നമ്മൾ കരസ്ഥമാക്കണം. ഫണ്ട് ലോൺ എടുക്കണോ, ഷെയർ ഇഷ്യൂ ചെയ്യണം, എന്നിട്ട് ആ ഫണ്ട് എവിടെയൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരുപാട് ഫിക്സഡ് അസറ്റുകൾ വാങ്ങണോ, അതല്ലെങ്കിൽ വെറുതെ ക്യാഷ് ഇൻ ഹാൻഡ് ആക്കിയിട്ട് ലിക്വിഡാക്കി കയ്യിൽ വെച്ചാൽ മതിയോ, അതല്ലെങ്കിൽ കുറേ സ്റ്റോക്ക് വാങ്ങിയേക്കണോ, ഇങ്ങനെയൊക്കെ ഏത് രൂപത്തിലാണ് സ്ഥാപനത്തിന് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവാൻ പറ്റുന്ന രൂപത്തിൽ, മാക്സിമം റിട്ടേൺ ഉണ്ടാവാൻ പറ്റുന്ന രൂപത്തിൽ, ടു മാക്സിമൈസ് ദ റിട്ടേൺ വെൽ മിനിമൈസിങ് ദ ഫണ്ട് വേസ്റ്റായി കിടക്കാതെ വേസ്റ്റിങ് ഒഴിവാക്കിയിട്ട് മാക്സിമം റിട്ടേൺ കിട്ടുന്ന രൂപത്തിൽ എങ്ങനെ ഫണ്ടിനെ യൂസ് ചെയ്യാം, ദാറ്റ് മീൻസ് എഫിഷ്യൻ്റ് ഫണ്ട് യൂട്ടിലൈസേഷൻ. ഇതാണ് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ അടുത്ത ഡ്യൂട്ടി. ആൻഡ് നെക്സ്റ്റ്, ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. ലിക്വിഡ് മണി എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സംഗതിയാണ്. ലിക്വിഡായിട്ട് കയ്യിലും ക്യാഷ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നതാണ്. ദാറ്റ് മീൻസ് നമ്മളെ കയ്യിൽ റെഡി ആയിട്ട് ക്യാഷ് ഉണ്ടാവുക. എന്നാൽ നമ്മളെ ഷോർട്ട് ടേം ഒബ്ലിഗേഷനൊക്കെ പെട്ടെന്നൊരു ക്യാഷിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്ഥാപനത്തിന് എപ്പോഴും ലിക്വിഡിറ്റി വേണം. കാരണം സ്ഥാപനത്തിന് ഒരു ലിക്വിഡിറ്റി പൊസിഷനിലാണ് സ്ഥാപനം. എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ കയ്യിൽ ക്യാഷ് വേണം. നമുക്കൊരുപാട് ആസ്തിയുണ്ട്, ഭൂമിയുണ്ട്, വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ മേശയിൽ ക്യാഷ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ, ഡെപ്പോസിറ്റ് ഇല്ലെങ്കിൽ, പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, ഷോർട്ട് ടൈം ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്ഥാപനം പാപ്പറായി പോകും. അപ്പോൾ സ്ഥാപനം എപ്പോഴും ലിക്വിഡിറ്റി പൊസിഷനിലാണ്. ഈ ഒരു ലിക്വിഡിറ്റി പൊസിഷൻ കീപ്പ് ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഉത്തരവാദിത്തമാണ്. മെയിൻറ്റെയിനിങ് സഫിഷ്യൻറ്റ് ലിക്വിഡിറ്റി പറഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള ക്യാഷ് കയ്യിലോ ബാങ്കിലോ ഇറ്റ്സ് ആൻ എസെൻഷ്യൽ ഫോർ മീറ്റിംഗ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആൻഡ് എൻഷുറിങ് സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ് സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ, നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ലിക്വിഡായിട്ട് ക്യാഷ് കയ്യിൽ കരുതാം. അപ്പോൾ അത് ഒരു ഫിനാൻഷ്യൽ മാനേജർ അയാൾ തീരുമാനിക്കണം, അയാൾ പഠനം നടത്തണം, എത്ര ക്യാഷ് കയ്യിൽ വെച്ചാണ് സ്ഥാപനം ലിക്വിഡിറ്റി പൊസിഷനിലാവുക. ആവശ്യമില്ലാതെ ക്യാഷ് കയ്യിൽ വെക്കുന്നത് വെറുതെയാണ്. കാരണം ആ ക്യാഷിനൊക്കെ നമുക്ക് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട ക്യാഷാണ് വെറുതെ വെക്കുന്നത്. ഒരു ക്യാഷും കയ്യിൽ വെക്കാതെ എല്ലാം എവിടെയും കൊണ്ടുപോയി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതും പ്രയാസമാണ്. അപ്പോൾ ഒരു ലിക്വിഡിറ്റി പൊസിഷൻ എപ്പോഴും സ്ഥാപനത്ത് വേണം. ആ ലിക്വിഡിറ്റിനെ മാനേജ് ചെയ്യേണ്ടത് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഇൻവോൾവ് ബാലൻസിങ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. ക്യാഷിൻ്റെ ഉള്ളിലേക്കുള്ള വരവും പുറത്തിലേക്കുള്ള വരവും അത് ബാലൻസ് ചെയ്യുക. അതായത് പുറത്തേക്ക് പോകുന്നതനുസരിച്ച് ഉള്ളിലേക്ക് ക്യാഷ് വരണം. ടു പ്രിവെൻറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആൻഡ് അവോയ്ഡ് എക്സസീവ് ഐഡിൽ ക്യാഷ്. വെറുതെ ക്യാഷ് ഇവിടെ കിടക്കുന്നതും ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയും ഇത് രണ്ടും തടയാൻ വേണ്ടിയിട്ട്. ഇതാണ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇതൊരു ഫിനാൻഷ്യൽ മാനേജറുടെ മറ്റൊരു ഉത്തരവാദിത്തമാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണ്. റിസ്ക് എടുത്ത് റിവാർഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ റിസ്ക് ബിസിനസ്സിന് എപ്പോഴും വരാം. നമ്മളെ ഷെയറിൻ്റെ വാല്യൂ ഒന്നായിട്ട് ഇടിഞ്ഞു പോവുക, നാട്ടിലെ പണത്തിൻ്റെ ക്രൈസിസ്, ഇങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ സാമ്പത്തിക റിസ്ക്കുകൾ എപ്പോഴും വരാം. മാർക്കറ്റ് കണ്ടീഷനൊക്കെ എപ്പോഴും എന്തും സംഭവിക്കാം. അപ്പോൾ ഈ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നതിനാണ് ശരിക്കും ഒരു ബിസിനസ്മാന് റിവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഈ റിസ്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനെ മാനേജ് ചെയ്യലും ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അതാണ് പറയുന്നത്, ബിസിനസ് മസ്റ്റ് ഐഡൻറ്റിഫൈ, അസസ് ആൻഡ് മിറ്റിഗേറ്റ് ഫിനാൻഷ്യൽ റിസ്ക്. സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് കൃത്യമായിട്ട് കണ്ടെത്തണം. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ റിസ്ക്? മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ, മാർക്കറ്റിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, പെട്ടെന്ന് നമ്മളെ പ്രൊഡക്റ്റിന് വില ഇടിഞ്ഞു പോകുന്നത്, അങ്ങനെ പല കാരണങ്ങളും. ക്രെഡിറ്റ് ഡിഫോൾട്ട്, നമ്മൾ ആർക്കും കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ഓപ്പറേഷണൽ ഫെയിലിയർ, സ്ഥാപനത്തിൻ്റെ ബിസിനസ് പെട്ടെന്ന് എന്തോ കാരണത്താൽ അതിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുക വല്ല കാരണത്താലൊക്കെ ഉണ്ടാകുന്ന റിസ്ക്കുകൾ. എക്കണോമിക് ഡൗൺവാർഡ്, സാമ്പത്തിക പെട്ടെന്നുള്ള തളർച്ച. ഇതുപോലത്തെ റിസ്ക്കുകൾ ഉണ്ടാകുമ്പോൾ ആ റിസ്ക് മാനേജ് ചെയ്യണം. ആ റിസ്ക് മാനേജ് ചെയ്യൽ ഫിനാൻഷ്യൽ മാനേജർ ഉത്തരവാദിത്തമാണ്. എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുക? റിസ്ക് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ഡൈവേഴ്സിഫിക്കേഷൻ, വ്യത്യസ്തമായ ബിസിനസ്, ഒരേ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വ്യത്യസ്തമായ ബിസിനസ്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക, ഹെഡ്ജ് ചെയ്യുക,
ഇൻഷുറൻസ്, പിന്നെ ഇതുപോലത്തെ നമുക്ക് ലോസ് ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ റിസ്ക് ഒഴിവാക്കാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഒരു മാനേജർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമൈസേഷൻ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ നോർമലി 2 ടൈപ്പ് ക്യാപിറ്റലാണ് ഉണ്ടാവുക. ഡെപ്റ്റും ഉണ്ടാവും, ഓണേഴ്സിൻ്റെ ഫണ്ടും ഉണ്ടാവും. പുറത്തുനിന്ന് വാങ്ങുന്ന കടം ഉണ്ടാവും, അതേപോലെ തന്നെ ഓണേഴ്സിൻ്റെ ഇക്വിറ്റി ഉണ്ടാവും, മുതലാളിമാരുടെ ഇക്വിറ്റി. ഈ രണ്ടിൻ്റെ ഇടയിൽ കൃത്യമായ ഒരു സ്ട്രക്ചർ, ഒരു സ്ഥാപനത്തിനോട് ഏറ്റവും യോജിച്ച സ്ട്രക്ചർ സൂക്ഷിക്കുക. ഇതൊരു ഫിനാൻഷ്യൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഒരു 10 ലക്ഷമാണ് ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ ആവശ്യമെങ്കിൽ അത് 1:1 എന്നുള്ള റേഷ്യോയിൽ 5 ലക്ഷം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും 5 ലക്ഷം ഡെപ്റ്റ് വേണോ, അതിൽ 8 ലക്ഷവും ഡെപ്റ്റും 2 ലക്ഷം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് മതിയോ? ഇതൊക്കെ സ്ഥാപനത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്. നല്ല പ്രോഫിറ്റുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ വെറുതെ ഷെയർ ഹോൾഡേഴ്സിനെ വലിച്ചു വരുത്തേണ്ട ആവശ്യമില്ല, കാരണം അവർക്കൊക്കെ ലാഭം കൊടുക്കേണ്ടി വരും. പുറത്തുനിന്ന് ആവശ്യമുള്ള ക്യാഷ് കടെടുത്താൽ മതി. എന്നാൽ ലാഭം കുറച്ച് കുറവുള്ള നഷ്ടം വരാൻ സാധ്യതയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഡെപ്റ്റ് എടുക്കാതെ മാക്സിമം ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ക്യാഷ് ഉണ്ടാക്കിയാൽ മതി. എന്നാൽ റിസ്ക് ഇല്ലല്ലോ, ലാഭം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ പോരെ. ഇങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെപ്റ്റിൻ്റെ ഇക്വിറ്റിൻ്റെ ഇടയിലുള്ള ഒരു ബാലൻസിങ്. ഈ ബാലൻസിങ് തീരുമാനിക്കേണ്ടത്, അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്, എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ. സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ഷൻ ആവുന്ന സമയത്തും പ്രൊഡക്ഷൻ ഇല്ലാതെ ഏത് രൂപത്തിലുള്ള എക്സ്പെൻസ് ആവട്ടെ, ആ കോസ്റ്റുകൾ പരമാവധി കുറച്ചിട്ട് അപ്പോഴല്ലേ നമുക്ക് ലാഭം കൂടുള്ളൂ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് നോർമലി കുറക്കണമല്ലോ, എന്നാലേ പ്രോഫിറ്റ് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ അടുത്തൊരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു ഒബ്ജക്റ്റീവാണ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ. ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി. നാട്ടിലെ എക്കണോമിക് ഗ്രോത്ത് അതൊരു ബിസിനസ്സിൻ്റെ മാനേജറുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ സമൂഹത്തിനോടും ഒരു ബിസിനസ്സിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുത്തിട്ടും ഏറ്റവും നല്ല ക്വാളിറ്റിയായ പ്രൊഡക്റ്റ് കുറഞ്ഞ വിലക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചും അങ്ങനെ പല നിലക്കുള്ള നാട്ടിലെ സാമ്പത്തിക പുരോഗതി. അതുപോലെ സസ്റ്റൈനബിലിറ്റി, ഭാവി തലമുറയ്ക്കൊരു ദോഷം വരാത്ത രൂപത്തിൽ, പ്രകൃതിക്കൊന്നും ദോഷം വരാത്ത രൂപത്തിൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനാണ് സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിലിറ്റിയും പിന്നെ എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലിയായ ബിസിനസ് നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതും ഗ്രോത്ത് അല്ലേ, സസ്റ്റൈനബിലിറ്റിയും അതേപോലെ എക്കണോമിക് ഗ്രോത്തും എന്നാൽ രാജ്യത്തെ സാമ്പത്തിക പുരോഗതി. ഇതും ഒരു ലാസ്റ്റ് ഒരു ഫിനാൻഷ്യൽ മാനേജർ ഒരു ഉത്തരവാദിത്തമായിട്ട് പറയുകയാണ്. CSR ഒക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ കമ്പനീസ് നിർബന്ധമാണല്ലോ. അത് ലാസ്റ്റ് ഇതിൽ പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് ഫിനാൻസ്. ടൈപ്പ് ഓഫ് ഫിനാൻസ് എന്നുള്ള സിമ്പിളായിട്ടുള്ള ആശയമാണ്, ഒക്കെ ഓരോന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ. പേഴ്സണൽ ഫിനാൻസ് ആണ് നമ്മൾ വ്യക്തികളുടെ ഓരോരുത്തരുടെയും ഫിനാൻസ്. എന്നാൽ ഇൻഡിവിജ്വലിൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി. പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫിനാൻസിനെ മാനേജ് ചെയ്യാം. അപ്പോൾ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഇൻകവും എക്സ്പെൻസും സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഡെപ്റ്റും ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിനാണ് ഇൻഡിവിജ്വൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫിനാൻസ് പറഞ്ഞാൽ കമ്പനികളുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ആ ഫിനാൻസിനെയാണ് കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതുപോലെ പബ്ലിക് ഫിനാൻസ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനാണ് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ അവരുടെ വരുമാനവും അവരുടെ ചിലവും ഡെപ്റ്റുകളും ടാക്സേഷനും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ ഇൻ്റർനാഷണൽ ഫിനാൻസ് പറഞ്ഞാൽ രാജ്യങ്ങൾക്കിടയിലുള്ള ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള ലോൺ കൊടുക്കൽ, പിന്നെ ക്യാപിറ്റലിൻ്റെ ഒരു സ്ഥാപനം മറ്റേ സ്ഥാപനത്തെ കൊണ്ടുപോയിട്ട് ക്യാഷ് നിക്ഷേപിക്കൽ, ഈ ക്യാപിറ്റലിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻ. എന്നാൽ രാജ്യങ്ങൾക്കിടയിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്, അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിനാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അണ്ടർ ഡെവലപ്പ്ഡായ കൺട്രീസിന് സാധാരണ മറ്റു ഡെവലപ്പ്ഡായ കൺട്രീസ് ഫിനാൻസ് നൽകും. അതിൻ്റെ മാനേജ്മെൻറ്റിനാണ് ഡെവലപ്മെൻറ്റൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടിങ് പ്രൊജക്ട്സ് ദാറ്റ് പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനൊക്കെ കൂട്ടിക്കിടാം. അതൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ്ഡായ കൺട്രീസ് ഫിനാൻസ് കൊടുക്കുന്നതിനാണ്. അവരുടെ എഡ്യൂക്കേഷനിലോ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ല അവരുടെ പ്രോവർട്ടി അലിഗേഷന് വേണ്ടിയിട്ടോ ഒക്കെ ക്യാഷ് കൊടുക്കുന്നതിന് ആ ഒരു ഫണ്ടിനാണ്
ഡെവലപ്മെൻറ്റൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ്. ഇത് പറഞ്ഞാൽ ആളുകൾ സ്വന്തം വെൽത്തിനെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ സമ്പത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള ക്യാഷ് പോയിട്ട് പല സ്ഥലത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, സ്റ്റോക്കിൽ, ബോണ്ടിൽ, മ്യൂച്വൽ ഫണ്ടിൽ, റിയൽ എസ്റ്റേറ്റിൽ. ഇതിൻ്റെ മാനേജ്മെൻറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസ് പറഞ്ഞാൽ സ്മോൾ ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കുന്നതിനാണ്. ചെറിയ ഫിനാൻഷ്യൽ സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചെറിയ ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് ചെയ്യുന്ന ചെറിയ ബാങ്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ ആളുകളുടെ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്, ചെറിയ ബിസിനസ്സുകാർക്കും ചെറിയ ഇൻഡിവിജ്വൽസിനൊക്കെ ചെറിയ ഫണ്ട് കൊടുക്കുന്ന ആ ഒരു സർവീസിനാണ് ശരിക്കും മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. അതിൽ അവരുടെ ലോൺ ഉണ്ടാവും, അവരുടെ നിന്ന് സേവിങ് വാങ്ങലുണ്ടാവും, ഇൻഷുറൻസ് പോലത്തെ ലോ ഇൻകം ഇൻഡിവിജ്വൽസിനും സ്മോൾ ബിസിനസ്സിനും അപ്പോൾ അവർക്ക് സാധാ ബാങ്കിന് ആക്സസ് ചെയ്യാൻ കുറേ പ്രയാസം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ പാലക്കാട് ജില്ലയിലെ വളരെ റൂറൽ ഏരിയയിലുള്ള അവർക്കൊക്കെയാണ് ഈ മൈക്രോ ഫിനാൻസിൻ്റെ ആവശ്യങ്ങൾ വരുന്നത്. ബാങ്കിൽ പോയിട്ട് ഒറ്റയടിക്ക് തങ്ങളുടെ ആധാരവും ഡോക്യുമെൻ്റ് കൊണ്ടുപോയി ലോൺ എടുക്കാനൊക്കെ അവർക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് മൈക്രോ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫിനാൻസ് ഇടപാട് നടത്തുന്ന ആ ഒരു പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് അറിയുക. അതിൻ്റെ മാനേജിങ്ങിനാണ് മൈക്രോ ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് ഗ്രീൻ ഫിനാൻസ്. ഗ്രീൻ ഫിനാൻസ് എന്നാൽ എൻവിറോൺമെൻ്റലി സസ്റ്റൈനബിളായ പ്രൊജക്റ്റിന് ഫണ്ട് നൽകുന്നതിനാണ് ഗ്രീൻ ഫിനാൻസ് എന്ന് പറയുക. എന്നാൽ നമ്മൾ ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സിന്, എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലിയായ ബിസിനസ്സിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, അതിന് ഫണ്ട് നൽകുന്ന ആ ഒരു പ്രവർത്തനത്തിനാണ് ഗ്രീൻ ഫിനാൻസ് എന്ന് പറയുന്നത്. അതിൽപ്പെട്ടതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിന്യൂവബിൾ എനർജി, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, പിന്നെ ഇതുപോലത്തെ ബിസിനസ്സിന് ഫണ്ടിങ് നൽകുന്നതിനാണ് ഗ്രീൻ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു.